ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് തഞ്ചാവൂരിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബൃഹദേശ്വർ പെരിയ കോവിൽ എന്ന ടെമ്പിളിലാണ്. അപ്പോൾ ഈ ടെമ്പിളിനകത്തുള്ള വിശേഷങ്ങൾ, കാഴ്ചകൾ, അതിൻ്റെ ചരിത്രം, പിന്നെ ഇവിടെ എന്താണ് മെയിനായിട്ട് കാണാനുള്ളത്, അട്രാക്ഷൻസ് എല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ്സിന് ഞങ്ങൾ നേരെ തഞ്ചാവൂരിലോട്ട് പോവാണ്. ക്ഷേത്രങ്ങളിൽ ഒരു മഹാ അത്ഭുതം തന്നെ എന്ന് പറയാവുന്ന നമ്മുടെ ബൃഹദേശ്വർ ടെമ്പിളാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നേരെ തഞ്ചാവൂർ പോയിട്ട് നമ്മുടെ ബൃഹദേശ്വർ ടെമ്പിളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ തഞ്ചാവൂരുള്ള മറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് അത് ഏതൊക്കെയാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നോക്കി ആളുകളോട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പ്ലാനും ഇല്ല. നിങ്ങളിപ്പോൾ തഞ്ചാവൂർക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് രാത്രി 10:25 ആണ് കാരക്കൽ എക്സ്പ്രസ് എടുക്കുന്നത്. അവിടുന്ന് 10:25 എടുത്തിട്ട് തൃശ്ശൂർ ഭാഗത്ത് ഒരു 12:15 ആ ട്രെയിൻ ഇവിടെ പോകും. 12:15 തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് പിറ്റേ ദിവസം 2:45 ആകുമ്പോൾ നേരെ തഞ്ചാവൂർ. നിങ്ങളുടെ ഇത് ഡെയിലി സർവീസ് ചെയ്യുന്ന ട്രെയിനാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ തഞ്ചാവൂർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ നമുക്ക് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർക്ക് പോകേണ്ട കാരക്കൽ എക്സ്പ്രസ് പക്ഷെ നൈറ്റാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ. സോ ഗുഡ് മോർണിംഗ്. നമ്മൾ തഞ്ചാവൂർ അടുത്തെത്താനായി. പക്ഷെ നമ്മുടെ റെയിൽവേ നൈസായിട്ട് പോയിച്ചിട്ടുണ്ട്. 3/4 മണിക്കൂർ ലേറ്റ് ആക്കി. 9 മണിക്ക് എത്തേണ്ട ട്രെയിനിന് തഞ്ചാവൂരിൽ 9:47 അല്ലെങ്കിൽ 9:50 10 മണിന്റെ അടുത്താവുമ്പോഴേ ഇനി അവിടെ എത്തുള്ളൂ. ആൻഡ് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിലെത്തി. 9:27 ആകുമ്പോൾ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ള ഈ ട്രെയിൻ കാരക്കൽ എക്സ്പ്രസ് ഇവിടെ നിന്ന് കാരക്കൽ വരെ പോകും. കാരക്കൽ വേളാങ്കണ്ണി ആ ഭാഗത്തൊക്കെയാണ് പോകുന്നുണ്ടാവുക. നമുക്ക് നൈസായിട്ട് ഇവിടെ കറക്റ്റായിട്ട് ടൈമിന് തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് വേറെ പ്ലാനിങ് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. പിന്നെ എന്നിട്ട് ഒരു റൂം ഞങ്ങൾ തന്നെ പോയി കമ്പ്യൂട്ടർ സെറ്റാക്കണം. അതിനുള്ള ടൈമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതാണ് തഞ്ചാവൂരിലെ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേക്ക്. ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അതിനുള്ള തപ്പിക്കൊണ്ടിരിക്കുക. നമ്മുടെ പെരിയ കോവിൽ ബൃഹദേശ്വര ടെമ്പിളിന്റെ ചെറിയൊരു മീനിയേച്ചർ ഇവിടെ ഉണ്ട്. ഇവിടെ റെയിൽവേന്ന് പുറത്ത് വന്നാല് ഇവിടെ നമുക്ക് ബസ്സൊക്കെ കിട്ടോ. നമുക്ക് ഏത് ലൊക്കേഷൻ വേണ്ടെന്നാലും നമുക്ക് ഇവിടെ വന്നാല് ബസ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓട്ടോ ആണെങ്കിൽ ഓട്ടോയും ഉണ്ട്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ബസ്സാണോ ഓട്ടോ ആണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മളേ നാട്ടിൽ നിന്ന് തഞ്ചാവൂർക്ക് തിരിച്ചപ്പോ അത്യാവശ്യം മഴയും കാര്യങ്ങളും ക്ലൗഡി ആയിരിക്കും എന്നാ വിചാരിച്ച വെതറ്. പക്ഷെ ഇവിടെ നോക്കിയപ്പോ നല്ല വെയിൽ കേട്ടോ. ഒരു വെയില് ഒരിഞ്ഞ വെയിലാ. ഈ ഭാഗത്തുനിന്ന് മഴ അങ്ങനെ പെയ്യുന്നില്ല തോന്നുന്നു. അങ്ങനെ റെയിൽവേന്റെ പുറത്തിറങ്ങി ഒരു ഹോട്ടൽ കിട്ടാനായിട്ട് ഒരുപാട് നടന്നു. എല്ലാ ഹോട്ടലും മുടിഞ്ഞ തിരക്കാട്ടോ. വരി നിന്നിട്ടൊക്കെ വേണം ഒരു ക്യാബിൽ കുടിക്കാനൊക്കെ. പിന്നെ റെയിൽവേന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നപ്പോൾ ഹോട്ടൽ കഴിഞ്ഞു. അവിടെ കയറി കിട്ടി. അവിടെ 2 പൊടി ദോശ, പിന്നെ ഒന്ന് ഓണിയൻ ദോശ. 2-നും 110 റേറ്റ് പറഞ്ഞു. വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇനി അറിയാൻ പറ്റാത്തതുകൊണ്ട് അത് ഓർഡർ ചെയ്ത് പോയോണ്ട് ഇനി വന്നിട്ട് എങ്ങനെ നോക്കിയിട്ട് പറയാം. പോയോടുത്താണ് നമ്മളുടെ കപ്പിൾസ് ഇല്ലാത്ത ഹോട്ടലിൽ താരതമ്യേന ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്. എന്നിരുന്നാലും തിരക്ക് അത്യാവശ്യത്തിനുണ്ട് ഇവിടെ. രണ്ട് ചായ, ഓണിയൻ ദോശ, പൊടി ദോശ 2 എത്തിയിട്ടുണ്ട്. എന്താവസ്ഥയാവും കഴിച്ചു നോക്കണം. അപ്പോ ഞങ്ങളിതാ ഗണേഷ് ഭവനിൽ നിന്നാണ് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പോ തഞ്ചാവൂർ വന്ന് ദോശ കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്താ ഇഷ്ടം പറയാല്ലേ? ഒന്നും പറയാനില്ല. കണ്ണുകൂടെ പൊന്നീച്ച പോകും. ഏത് പൊടി ദോശ. ഇപ്പൊ പൊടി ദോശ കഴിച്ചാണ്ടല്ലോ, നല്ല സ്പൈസിയാണ്. നല്ല സ്പൈസിയാ. നോക്കി കണ്ടൊക്കെ ഓർഡർ ചെയ്യാം. ഓണിയൻ ദോശ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഈ കഴിച്ച റെസ്റ്റോറന്റിൽ നിന്നാണ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പൊടി ദോശ പറയുമ്പോൾ ശ്രദ്ധിക്കാം, നല്ല സ്പൈസി ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റൂം നോക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പഴയ ഓൾഡ് ബസ് സ്റ്റാൻഡ് അടുത്താണ് റൂമുണ്ടായിരുന്നു. വിളിച്ചോക്കിയപ്പോൾ റൂമൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങളിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ട് അതിലൂടെ
ഇതാണ് തഞ്ചാവൂരിലെ ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടെ അടുത്താണ് നമ്മുടെ റൂം ലൊക്കേഷൻ കാണിക്കുന്നത്. ഇനി റൂമിൽ പോയേക്കണം. റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് നേരെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിലോട്ട് പോകണം. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിനെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് കാറൊക്കെ ആകാശത്ത് പാർക്ക് ചെയ്തിരിക്കാമല്ലേ സംഭവം അല്ലേ. ഈ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ റൂം. അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കച്ചവടം വയറിക്ക് വെച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിവിടെ ഹോട്ടൽ പാലസ് റെസിഡൻസിയിൽ ഒരു എ സി റൂം ഉണ്ട്. 1400 രൂപയാണ്. ഇപ്പോൾ ഇതാണ് റൂം കാണിച്ചാണ് ചെയ്യില്ല. കൊള്ളാം. ചെറിയ റൂമാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. കൊള്ളാം, അടിപൊളി റൂം. പക്ഷെ വീതിക്ക് നമുക്ക് കുറവൊന്നുമില്ല. ചെറിയ സ്ക്വയർ ഫീറ്റ്, രണ്ടാക്കി നിൽക്കാവുന്ന ചെറിയ റൂം. പക്ഷെ കൊള്ളാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് ഇതൊക്കെ മറ്റൊരു റൂം കേട്ടോ. 1300 രൂപ വരുന്നുണ്ട് എ സി. ഞങ്ങളിവിടെ ഞങ്ങൾ താമസിച്ചിട്ടില്ല, ഞങ്ങൾ റൂം എടുത്തിട്ടില്ല. ഹോട്ടൽ പാലസ് റെസിഡൻസിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ബൃഹദേശ്വര ക്ഷേത്രത്തിലോട്ട്. ഒരു 2 മിനിറ്റിന്റെ വാക്കുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കാനുള്ള പരിപാടി. ഓക്കെ, പോകുന്ന വഴിക്കത് നമ്മുടെ മധുരയിൽ കണ്ട അതേ ജിഗർദാണ്ടയുടെ ഷോപ്സ് ഉണ്ട്. അതിന് മാത്രമല്ല വേറെ പല ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വെയിലൊക്കെ അല്ലേ, ജിഗർദാണ്ട കുടിച്ചിട്ട് ബാക്കിയുള്ള നടക്കാന്ന് വിചാരിച്ചു. ജിഗർദാണ്ട എടുക്കുക, ജിഗർദാണ്ട ഒന്നറിയാം. രണ്ടു വേണം ഒന്നും പറയാം. ജിഗർദാണ്ട റെഗുലർ ആണോ? സ്പെഷ്യൽ ജഗന്നാണ്ടയ്ക്ക് ഇവിടെ 60 രൂപയും പിന്നെ നോർമൽ ജഗന്നാണ്ടയ്ക്ക് ഇവിടെ 50 രൂപയാണ്. ഫോൺ എടുക്കട്ടെ. സ്റ്റോറേജ് വരുന്നുണ്ടല്ലേ, ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണോ? നമ്മുടെ ജിഗർദാണ്ട അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാ തോന്നുന്നു. ഫ്രഷ് അല്ല തോന്നുന്നു. തമിഴ്നാട്ടിലെ ഏത് മുക്കിലും മൂലയും ചെന്നാൽ നമുക്കിത് ഇതേപോലെ ഒരു അമ്പലമോ അതുപോലെ ആളുകൾക്ക് തൊഴുവാനായിട്ട് ഇങ്ങനെ കുറെ ചെറിയ രീതിയിലുള്ള മിനി ക്ഷേത്രങ്ങൾ അവൈലബിൾ ആട്ടോ ഇവിടെ എല്ലായിടത്തും. ഞങ്ങളുടെ ആ ഭാഗത്താണ് ഇനി ഇവിടെ കോവിലുള്ളത്, പെരിയ കോവിൽ, ബൃഹദേശ്വര ടെമ്പിൾ. അപ്പൊ ഇനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ആ ഭാഗത്തൂടെ പോകണം. പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു ജിഗർദാണ്ടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മധുരയിൽ നിന്ന് കുറിച്ചതിന് അത്ര ഒരു പവറില്ല. പക്ഷെ ജിഗർദാണ്ട എപ്പോഴും മധുരത്തെ കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം മധുരത്തെ. ഇവിടെ വന്ന് ജിഗർദാണ്ട കുടിച്ചപ്പോഴാണ് മധുരത്തെ ജിഗർദാണ്ടയുടെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. എന്ത് പെരുമ നോക്കിയാ അത് ക്രോസ് ചെയ്യട്ടെ. അവിടെ നിലത്ത് കൊണ്ട് കിടക്കുന്നുണ്ടാ തഞ്ചാവൂര് അവിടെ അവിടെ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാ സ്പെഷ്യൽ ആയിട്ടാണ് തലയാട്ടുന്ന ഈ പാലം. നമ്മളിത് അങ്ങനെ ടെമ്പിളിന്റെ അടുത്തെത്തി തുടങ്ങിട്ടോ. നമ്മുടെ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ബൃഹദേശ്വർ ക്ഷേത്രത്തിന്റെ കവാടം അവിടെ എൻട്രൻസ് അടുത്തുനിന്ന് കാണാൻ ബാക്കി. അങ്ങനെ നമ്മുടെ ബൃഹദേശ്വരത്തിന്റെ ഫ്രണ്ട് ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് ഉള്ളോട്ട് കയറി പോകുന്നത്. ഇതിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ടു വന്നിട്ടുള്ളത്. നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനായിട്ടേ അവിടുന്ന് ചാക്ക് കിട്ടും. ആ ചാക്കിൽ നമ്മുടെ ചെരുപ്പെല്ലാം ഇവിടെ ഊരി വെച്ച് ഇവിടെ തൂക്കി വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് ഇത് ഭംഗിയായിട്ട് കാണാന്. ഇത് വലിയ ക്ഷേത്രട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ചില ചെറുതായിട്ട് തോന്നും, പക്ഷെ നേരിൽ കാണുമ്പോൾ ബ്രഹ്മാണ്ഡ ബിൽഡിംഗ് അല്ലേ. നമ്മുടെ ഈ ബൃഹദേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ, ഏകദേശം AD 1010 രാജരാജ ചോളൻ ഒന്നാമനാണ് ശിവന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമുണ്ട് ഈ ബൃഹദേശ്വര ക്ഷേത്രം.
ഒരുപാട് വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് പുരാതന കാലത്ത് അഥവാ 1010 കാലത്തൊക്കെ ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അത് രാജരാജ ചോള രാജാവ് ശിവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ചുറ്റുവശത്ത് ഇത് ഇവിടെ ഓരോ മതിലിനെ കണ്ടില്ല, ഓരോ കൊത്തുപണികൾ സൂക്ഷ്മമായിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ ആൾക്കാരുടെ ആ ബഹുമാനവും അവരുടെ ആ കഴിവും ഇത് വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശിവലിംഗം പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മുമ്പിലാണ് വേറെ വലിയ പ്രതിഷ്ഠയുള്ളത്. ഇവിടെ ഈ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ഭംഗി കേട്ടോ. അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാസൊക്കെ സെറ്റാക്കി വെച്ച് കുഴപ്പമില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അധികൃതരേതായാലും ആ പഴം അതേപോലെ കീപ്പ് ചെയ്തിട്ട് കൂടുതലും ഒത്തു വെച്ചിട്ടുള്ള ഒരു ലിഖിതങ്ങളുണ്ട്. ഇതുണ്ടാക്കിയ കാലത്ത് അഥവാ 1000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയപ്പോൾ കൊത്തിയെടുത്ത് വെച്ചിട്ടുള്ള ശിലാലിഖിതങ്ങളാട്ടോ ഇതെല്ലാം. സൂക്ഷ്മമായിട്ട് തന്നെ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഓരോ ഏരിയ ഇങ്ങനെ കണ്ട് വരിക കേട്ടോ. ഇതാണ് ചെറിയ നന്ദി ശില്പം. നന്ദി ശില്പമല്ല, അതിൻ്റെ പ്രത്യേകത എന്താ? ഏതെന്ന് ചോദിച്ചാൽ ശിവന്റെ വാഹനമായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത് നന്ദി എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ശിവൻ ചോദിച്ചാൽ ഒരു കാളയാണത്. പിന്നെ എന്താ ചോദിച്ചാൽ അതിൻ്റെ ചെവി പോയാണ്ട് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പരാതി പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശിവന്റെ അടുത്തെത്തും എന്നൊക്കെയാണ് വിശ്വാസമുള്ളത്. അതാണ് ആൾക്കാർ അതിൻ്റെ ചെവി പോയാണ്ട് പറയണത്. പിന്നെ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രേ കൊല്ലങ്ങൾക്ക് മുന്നേ 1010 AD വർഷങ്ങൾ ആ സമയത്ത് ഒരൊറ്റ കല്ലിൽ തീർച്ചെടുത്തിട്ടുള്ള ഈ ഇത്രയും വലിയ മാസീവായിട്ടുള്ള നന്ദീശ്വരം. നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വീഡിയോ അലൗഡ് അല്ല എന്നാണ് നമുക്ക് പൊതുവെ കിട്ടിയിട്ടുള്ളൊരു അറിവ്. അപ്പോൾ സെക്യൂരിറ്റി കാണുമോ ആരെയും കാണുമോ ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. കാരണം ഇത്രയും എടുത്ത വർക്കൊക്കെ വെറുതെ പോകുന്നെങ്കിൽ അത് നോക്കിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാനിതിലൂടെ നടക്കുമ്പോഴേ ഹിസ്റ്ററി ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണാൻ ലൈക്ക് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉള്ള ആളുകൾ ഇതിലൂടെ നടന്നതും ഇതിൻ്റെ പണിയെടുക്കുന്നതും ഈ വർക്ക് നടക്കുന്നതായിട്ട് അന്നത്തെ എത്ര മനുഷ്യരുടെ അധ്വാനം ഉണ്ടാവും. ഇത്രയും വലിയൊരു നിർമ്മിതി ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രയോ ആളുകളുടെ വിയർപ്പ് അധ്വാനം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. നമ്മളേ ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരങ്ങളുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം എല്ലാ കല്ലിലും ഓരോ കൊത്തുപണികൾ എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ അന്നത്തെ ഒരു തമിഴ് ഭാഷയിൽ തമിഴ് ഭാഷയിൽ ഇവിടെ എന്തൊക്കെയോ ഒരു കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആലോചിച്ച് നോക്കണം, ഒരു കല്ല് വെക്കുക, പിന്നെ അതിൽ ഉള്ളി കൊണ്ട് ഓരോ സൂക്ഷ്മമായിട്ട് അക്ഷരങ്ങൾ കൊത്തിയെടുക്കുക. ഇന്ന് മാത്രം പേഷ്യൻസ് ക്ഷമ വേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഈ ബൃഹദേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇതൊരു വീഡിയോയിൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. എഞ്ചിനീയറിംഗ് വിസ്മയം എങ്ങനെ അതിൻ്റെ മുകളിലേക്ക് 80 ടൺ ഭാരം വരുന്ന മധുരം എത്തിച്ചു എന്നുള്ളത് അന്നത്തെ കാലത്ത് ഇതിനെ വല്ലാതെ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏതൊരു മൂലക്ക് പോയാലും ഇതുപോലത്തെ കുറേ ശില്പങ്ങളും കൊത്തുപണികളും നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇതിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഓൻ്റെ ചങ്ങായിമാരെ എവിടെ ഈ തറയിൽ കൂടെ ചവിട്ടി പോകുന്നുണ്ടല്ലോ, കറക്റ്റ് കനലിൽ കൂടെ നടക്കുന്ന പോലെയാണ്. അത്രയ്ക്ക് ചുട്ട് പഴുത്തിരിക്കുകയാണ് ഓരോ കല്ലും. ഇവിടെ നടക്കാനല്ലേ ടാസ്ക്കാണ് മക്കളെ. പക്ഷേ ക്ഷേത്രം ആയതുകൊണ്ട് ചെരുപ്പിടാതെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാനും പറ്റില്ല.
ഇവിടെ ഏതോ ഒരു പ്രത്യേക ദൈവത്തിന്റെ ശില്പമുണ്ട്. ഈ ശില്പം ഏതാണെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കറുപ്പ് സമയമല്ല, സൂര്യ. ഇത് കണ്ടിട്ട് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയുക ഇത് ഏത് ദൈവത്തിന്റെ പ്രതിമയാണെന്ന്. ഒരുപാട് നല്ല ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊത്തുപണികൾ ക്ഷേത്രം നമ്മളിപ്പോ ആ വഴിക്കൂടെ ഇങ്ങനെ നടന്നു ക്ഷേത്രമുണ്ട്. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇതിന്റെ ചുറ്റിനും ഇതേപോലുള്ള വരാന്ത പോലുള്ള കുറെ തൂണൊക്കെ ഉള്ള സ്ഥലം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലത്രത്തോളം ബേസിക്കലാണെന്ന് അറിയുന്നില്ല. കാരണം അത്രത്തോളം നമ്മൾ ക്യാമറ അത്രത്തോളം കാണാനൊന്നും അറിയില്ല. എല്ലാ സ്ഥലങ്ങളിലും അവർ ഈ പുരാതനമായിട്ടുള്ള ഫ്ലാറ്റിൽ തമ്മിൽ ചെയ്തിട്ട് എല്ലാ തൊഴിലും വെച്ചിട്ടുണ്ട്. ഓരോ ശില്പങ്ങളും എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു അത്ഭുതം തന്നെയാണ് തഞ്ചാവൂരിലുള്ള ഈ ശില്പം. അപ്പോൾ നമ്മുടെ ഒരു ആർക്കിടെക്ചർ വിസ്മയമായിട്ടുള്ള തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും താല്പര്യമായിട്ടുണ്ടെങ്കിലും നമ്മുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഓരോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.